കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്ന വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. UDFിൻ്റെ സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി എന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ. പക്ഷേ പൊന്നാനിയിൽ UDFിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു എന്നതാണ് UDFിനും മുസ്ലിം ലീഗിനും തലവേദനയായിരിക്കുന്നത്. UDFിന് കുറഞ്ഞു വരുന്ന ആ ഭൂരിപക്ഷം ഇടതുപക്ഷത്തേക്ക് അടുപ്പിക്കാനാണ് PV അൻവർ ശ്രമിക്കുന്നത്. പൊന്നാനി UDFിന്റെ വിശ്വസ്ത മണ്ഡലങ്ങളിൽ ഒന്ന്. വിശ്വാസ്യത ഏത് നിമിഷവും ചോർന്നു പോകാവുന്ന നിലയിലാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കാര്യങ്ങളുടെ പോക്ക്. അതായത് UDFിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു എന്ന് അർത്ഥം. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ET മുഹമ്മദ് ബഷീറിനെ പൊന്നാനിക്കാർ ലോക്സഭയിലെത്തിച്ചു. ഇത്തവണയും പൊന്നാനിയിലെ പച്ചമണ്ണ് കാൽച്ചുവട്ടിൽ നിന്നും ഒലിച്ചു പോകില്ലെന്ന് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ. അതിന് കാരണവുമുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. NDA സർക്കാരിനെതിരെയുള്ള ജനവികാരവും MP എന്ന നിലയിൽ ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുമെല്ലാം അനുകൂല ഘടകമാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. മാത്രമല്ല UDF വോട്ടുകൾ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മറ്റ് മുസ്ലിം സംഘടനകളിലൂടെ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള ജാഗ്രതയും UDF പുലർത്തുന്നുണ്ട്. MLA ആയും മന്ത്രിയായുമൊക്കെ അനുഭവപരിചയമുള്ള ET മുഹമ്മദ് ബഷീറിനെ പൊന്നാനി ഒരിക്കൽ കൂടി ലോക്സഭയിൽ എത്തിക്കുമെന്നാണ് UDF വിശ്വസിക്കുന്നത്. താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികത ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ പറയുന്നത്, രാഹുലിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൂടുന്നത്. രാഹുലിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയല്ല കോൺഗ്രസ് തന്നെ നിൽക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. എന്നാൽ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിയാൽ പോലെ. രാഹുലിൻ്റെ കാര്യങ്ങൾക്ക് ശക്തി കൂട്ടില്ലെന്ന് വ്യക്തമായിട്ട് അറിയാത്തവരും കൂട്ടുകയാണെങ്കിൽ തന്നെ മൻമോഹൻ സിംഗിനെ സഹായിച്ചതുപോലെ വഴിയിലിട്ടേച്ച് പോകില്ല എന്ന് ഉറപ്പുള്ള അപ്പോൾ അത്തരം CPMൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറയുന്നത് കാപട്യമാണ്. അത് CPMത്തിനോട് തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ എതിർ സ്ഥാനാർത്ഥി ചങ്കാണ് ഇവിടെ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഞങ്ങൾ അതിന് കാര്യങ്ങൾ ഈ പറയുന്നതാണോ CPMൻ്റെ നയമെന്ന് അവർ വ്യക്തമാക്കട്ടെ. അവർ പറഞ്ഞു ഈ സ്ഥാനാർത്ഥിയെ അവർ വാൺ ചെയ്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം TV-യിലൊക്കെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ട്വിസ്റ്റ് ചെയ്ത് തിരിഞ്ഞു പറഞ്ഞ് വീണെടുത്ത് കിടന്ന് വിദ്യയാക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുക അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ കാപട്യത്തിൻ്റെ മറ്റൊരു സംഗതി. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി വിലയിരുത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ധൈര്യം. ജനങ്ങൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ BJP ഫാസിസത്തെ വെറുക്കുന്നു. കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതക രാഷ്ട്രീയത്തെയും ജനങ്ങൾ വെറുക്കുന്നു. എല്ലാറ്റുപരി ഞാൻ നിങ്ങളുടെ ചോദ്യത്തിൽ ആദ്യ ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ഫലപ്രദമായ വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പേടിയില്ലെന്ന് മാത്രമല്ല ആത്മവിശ്വാസവും ധൈര്യവും തീർച്ചയായിട്ടും വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യാമെന്നുള്ള ബോധമുള്ള സമയത്ത് ഞങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോവുകയാണ്. പേടിയൊക്കെയുള്ള അപ്പുറത്തെ ക്യാമ്പിലാണ്. അവർക്ക് പേടിക്കാൻ പലതുമുണ്ട്. അവർ മറച്ചു വെച്ച പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ജനങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, അത് ചർച്ച ചെയ്യാൻ തുടങ്ങി. LDFിന്റെ സ്ഥിരം രാഷ്ട്രീയ പരീക്ഷണശാലയാണ് പൊന്നാനി. പക്ഷേ ഇതുവരെ നടത്തിയ പരീക്ഷണങ്ങളൊന്നും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. CPIയുടെ മണ്ഡലമായിരുന്ന പൊന്നാനി CPM ഏറ്റെടുക്കുകയായിരുന്നു. പകരം അവർക്ക് വയനാട് നൽകി. PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ പിന്തുണയോടെ CPM ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ പരീക്ഷിച്ചെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ കൂടി അത് CPMന് തിരിച്ചടിയാവുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന PV അൻവർ CPM സ്വതന്ത്രനായി മത്സരിച്ചാണ് നിലമ്പൂരിൽ LDF MLA ആയത്. സിറ്റിംഗ് MP ആയ ET മുഹമ്മദ് ബഷീറിനെ മലർത്തിയടിക്കാൻ PV അൻവറിനെയാണ് ഇത്തവണ CPM നിയോഗിച്ചിരിക്കുന്നത്. മുൻ കോൺഗ്രസുകാരനായ PV അൻവറിന് ന്യൂനപക്ഷ വോട്ടുകളും ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ വോട്ടും കിട്ടുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. ജനം അവർക്കെതിരാണ്. പ്രത്യേകിച്ചും ET മുഹമ്മദ് ബഷീർ എന്ന അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് ജനങ്ങളത് അംഗീകരിക്കാൻ പോകുന്നില്ല. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് വരുന്നത്. 10 വർഷമായിട്ട് ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ കേരളത്തിൽ ഒരുപക്ഷേ ഒരു MP ഓഫീസ് പോലും ഇല്ലാത്ത ഏക MP അദ്ദേഹമായിരിക്കും. ആ നിലപാടിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എന്നെ തളർത്താൻ അവർക്കൊരു മാർഗ്ഗമില്ല. ഓരോ പ്രദേശത്തും നമ്മൾക്ക് വ്യക്തിപരമായി ഉണ്ടാക്കിയ ജനകീയ പിന്തുണ അവരെ ഭയപ്പെടുത്തുകയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ഇളകും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അവർക്കെന്താ മാർഗം? ഇല്ലാത്ത കഥകളും കളവുകളും
പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അതൊക്കെ ജനം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ തള്ളിക്കളയുന്നുണ്ട്. ആദർശ രാഷ്ട്രീയത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ആദർശം പറയുന്നവർ ജനങ്ങളുമായിട്ടൊരു ബന്ധമില്ലെന്ന് അവർക്കറിയാം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 1000 ദിനങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാറ്റം നാട്ടിലെ ജനങ്ങളെല്ലാവരും നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ അവരെന്ത് കള്ളം പറഞ്ഞിട്ടും വിജയിക്കാൻ പോകുന്നില്ല. സ്വാഭാവികമായും പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾ വിലയിരുത്തും. തോൽവി ഭയന്നതുകൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. SDPI പോലെയുള്ള വർഗീയ സംഘടനകളുമായി പണ്ട് മുസ്ലിം ലീഗ് കൂട്ടുകൂടിയിട്ടുണ്ടെന്ന് പല ചർച്ചകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതവർ സ്വകാര്യമായിട്ടാണ്, ഇതും സ്വകാര്യമായി നടത്തിയ ഒരു നീക്കമായിരുന്നു. അതെന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആ CCTVയിൽ അവർ കുടുങ്ങി. ഇവിടെ പൊന്നാനിയെ സംബന്ധിച്ച് ഒരു സെക്യുലർ ഫോഴ്സിന് പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ്. ആ സെക്യുലറിസം പാടെ തകർത്തുകൊണ്ട് എന്താണോ ഡൽഹിയിൽ BJP ഫാസിസത്തിന് വേണ്ടി ചെയ്യുന്നത്, അതേ നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഈ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അവരുടെ ആക്ഷൻ പ്ലാൻ വരെ മാറിക്കഴിഞ്ഞു. പണ്ടുണ്ടായിരുന്ന ഒരു സെക്യുലർ മനോഭാവമോ സംസാരമോ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ കഴിയില്ല. സ്വകാര്യ സംഭാഷണങ്ങളിൽ മുഴുവൻ അവർ സംസാരിക്കുന്നത് വർഗീയതയാണ്. ആ വർഗീയത ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ ഇനി കഴിയില്ല എന്ന് പൊന്നാനിയിലെ പൊതു വോട്ടർമാർ, സെക്യുലറായി ചിന്തിക്കുന്നവർ, അതിൽ പല രാഷ്ട്രീയത്തിലും പെട്ടവരായിരിക്കും, ഈ വർഗീയ ഫോഴ്സിനെ ഇവിടുന്ന് നീക്കണം. ആ നീക്കിയെങ്കിലേ ഇവിടെ നാട്ടിൽ സമാധാനം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം വികസനം ഉണ്ടാകും. അത് രണ്ടും ഈ തെരഞ്ഞെടുപ്പ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ VT രമയാണ് പൊന്നാനിയിൽ ഇടതിനെയും വലതിനെയും നേരിടുന്നത്. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ BJP നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കാളിയും മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റുമായ പ്രൊഫസർ VT രമയാണ് പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി. പട്ടാമ്പി സർക്കാർ കോളേജിലെ അധ്യാപികയുമായിരുന്ന VT രമ നേരത്തെ തൃത്താല നിയമസഭാ മണ്ഡലത്തിലും മത്സരിച്ചിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിന് മാത്രമല്ല 20 മണ്ഡലങ്ങളിലും BJPക്ക് മർമ്മപ്രധാനമായ പ്രസക്തിയുണ്ട്. കാരണം ഞാൻ ഇന്നലെ ഒരു 10-20ഓളം കമ്മ്യൂണിസ്റ്റ് വീടുകളിൽ കയറി. ആ വീടുകളിലുള്ളവരെല്ലാവരും പറഞ്ഞത് ആചാര ലംഘനത്തിൻ്റെ പേരിൽ വേദനിച്ചവരാണ്. അവരൊക്കെ പറഞ്ഞത് ഇപ്രാവശ്യം വാക്കാണ്, നിങ്ങൾക്കാണ് വോട്ട്. അതൊരു ഉറച്ച വാക്കായിരുന്നു. അതവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാണ്, എന്നെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളം കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇടത് വലത് ശക്തികൾ അവർ പകൽ മാന്യന്മാരായി തല്ലുകൂടുകയും രാത്രി രണ്ടുപേരും ഒരുമിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഈ രണ്ടുപേരും ഒന്നാണ്. ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റക്കാരളല്ലേ. എന്തിനാണ് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നത്? ഇവരുടെ രണ്ടുപേരുടെയും പൊതുശത്രു BJPയാണ്. അപ്പോൾ BJPയെ ശത്രുപക്ഷത്ത് നിർത്തി ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ സഖ്യമാണ്, കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യം. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് തിരൂരോ മറ്റോ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണമെന്നാണ്. വലതുപക്ഷത്തിൻ്റെ പ്രതിനിധി ശ്രീ ET മുഹമ്മദ് ബഷീർ വളരെ രഹസ്യമായിട്ടാണത്രേ SDPIയോടും വർഗീയ കക്ഷികളോടുമൊക്കെയാണ് ചങ്ങാത്തം സ്ഥാപിക്കുന്നതും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഈ രണ്ടുപേരും അന്യോന്യം സ്വന്തം വാക്കുകളെ മാറ്റിപ്പറയുന്നത് പോലെയാണ് ജനത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആ സഹോദരിമാർ മുത്തലാഖിൻ്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ അരക്ഷിതരായി റോട്ടിലെത്തുകയാണ്. താൻ ചെയ്യാത്ത തെറ്റിന് താൻ അറിയാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ണീരോടെ കൊച്ചുമക്കളുടെ കയ്യും പിടിച്ച് മുത്തലാഖിൻ്റെ പേരിൽ മൊഴി ചൊല്ലപ്പെട്ട് ഇറങ്ങേണ്ടി വരുന്ന പെൺകുട്ടികൾ. അതിനെതിരായിട്ടാണ് മോദി സർക്കാർ മുത്തലാഖിൻ്റെ ബില്ല് കൊണ്ടുവന്നത്, എതിരെയുള്ള ബില്ല്. ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ UDFൻ്റെ പ്രതിനിധിയായി ഇപ്പോഴും ലോകസഭയുടെ അംഗമായിട്ടുള്ള ശ്രീ ET മുഹമ്മദ് ബഷീർ മുത്തലാഖ് ബില്ലിനെതിരെ വോട്ട് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ അത് അദ്ദേഹം ചതിക്കുകയാണ് ചെയ്തത്. മതേതര ഭാരതത്തിൽ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രസക്തിയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയവും. 3,78,503 വോട്ടാണ് ET മുഹമ്മദ് ബഷീർ കഴിഞ്ഞ തവണ നേടിയത്. ഇടത് സ്വതന്ത്രനായി മത്സരിച്ച V അബ്ദുറഹ്മാൻ 3,58,093 വോട്ടുകൾ നേടി. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K നാരായണന് 75,212 വോട്ടുകൾ നേടാനുമായി.